ഞാൻ ഉണ്ടാക്കുന്ന നല്ലൊരു സേമിയ പായസം നോക്കിയാലോ. കാരമൽ സേമിയ പായസമാണേ. എനിക്ക് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ളൊരു പായസമാണ് ഈ സേമിയ പായസം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാം. ആദ്യം തന്നെ സേമിയ ഒന്ന് നമുക്ക് വറുത്ത് വയ്ക്കാം. കുറച്ച് നെയ്യിലോ ബട്ടറിലോ ഒന്ന് വറുത്ത് വയ്ക്കണം. വറുത്ത സേമിയ ആണെങ്കിലും ഒന്ന് ഇതുപോലെ ചൂടാക്കി എടുക്കണം. നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ പായസത്തിന്. ഇനിയിപ്പോൾ കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിലിട്ട് കാരമൽ ചെയ്തെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കാരമൽ ചെയ്തെടുക്കണേ. നന്നായിട്ട് കളറൊക്കെ മാറിയതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കണം. പാൽ തിളച്ച് വരുമ്പോഴത്തേനും സേമിയ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് പാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സേമിയ വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ മധുരത്തിന് പഞ്ചസാര ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മിൽക്ക് മെയ്ഡ് ആണെങ്കിലും അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒക്കെ ഒഴിച്ച് സേമിയ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം. ഞാനിത് ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ നെയ്യിൽ കുറച്ച് കാഷ്നട്ടും റൈസിൻസും ഒക്കെ വറുത്ത് കോരി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായസം തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കാരമൽ സേമിയ പായസം.